ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജി കൊച്ചി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇനി ഈദാണ്. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഞാൻ ഒരു വർഷം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് 2023 സമ്മർ വെക്കേഷൻ നിർത്തി വെച്ചാണ്. ഇപ്പോൾ 2024 സമ്മർ വെക്കേഷനായി ഗൈസ്. ഞാൻ കുറേ നാളായിട്ട് ആ വീഡിയോ എടുത്തത്. എന്താണെന്ന് വെച്ചാൽ ഫോൺ കിട്ടാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ മിനിയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സാണ്. ഇതൊരു പാൻറ്റും എങ്ങനെ കാണിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ അമ്മയുടെ വീട്ടിൽ പോയി വന്നതാണ്. ഇപ്പം ചൂടെടുത്ത് എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചു. ഇനി നമ്മൾ വൈകുന്നേരം പുറത്ത് പോകുമ്പോൾ ഞാൻ വീണ്ടും എല്ലാ സാധനങ്ങളും കിട്ടണം. എനിക്കിതൊക്കെ അഴിച്ചു വെക്കണം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന് എനിക്കറിയില്ല, എന്നായിരുന്നു ഗൈസ്. അപ്പോൾ എന്താണ് ചോറെന്ന് എനിക്കറിയില്ല, നമ്മുടെ ചോദിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ എന്താണ് ഞാനിനി ഈ ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ പെരുന്നാളിന് വീട്ടിലിടാനുള്ള ഡ്രസ്സ് എടുത്തിടും. അപ്പം ഞാനിതൊക്കെ മാറ്റിയിട്ട് വരാം ഗായ്സ്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്, വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീട്ടിലിട്ടേക്കുന്ന ഒരു ഷർട്ടും അതേമാതിരി ഒരു പാൻറ്റുമാണ് ഗൈസ്. പാൻറ്റില്ല, എന്തൊരു പാൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഉറങ്ങാൻ പോണേണ്. ചിലപ്പോൾ ഉറങ്ങൂല. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തട്ടിക്കുട്ടി ഇരിക്കും. പിന്നെ ഇന്ന് അമ്മായി വരും, പിന്നെ കുറേ പേരൊക്കെ വരും വീട്ടിലോട്ട്. അപ്പോൾ പിന്നെ വൈകുന്നേരം പുറത്ത് പോകുമ്പോൾ നമ്മൾ ഡ്രസ്സ് മാറ്റും. അപ്പോൾ ഇനി കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഉറങ്ങിയില്ല. അമ്മായിക്ക് നേരം കഴിഞ്ഞിട്ട് എത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നു. അമ്മ പറഞ്ഞ് അവിടെ കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരാണ്ട് കിടന്നിട്ടുണ്ട് കാര്യം. അപ്പോൾ എന്താണ് ഒരു ചെറിയ ക്ഷീണമുണ്ട്. ഇന്നലെ 1 മണിക്കാണ് കിടന്നത്. പിന്നെ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ റിയൽ മാഡ്രിഡിൻ്റെ മാച്ച് ഉണ്ടായിരുന്നു, അതും കണ്ട്. അപ്പോൾ കിടന്നപ്പോൾ ഒരു 2-2:30 അപ്പോൾ ഇന്ന് 10 മണിയായപ്പോഴത്തേക്കാണ് എണീച്ചത്. അപ്പോൾ അങ്ങനെ പിന്നെ പുറത്തൊക്കെ പോയി വന്നു. അപ്പം പപ്പയും അമ്മയൊക്കെ ക്ഷീണം കൊണ്ട് അവർ കിടന്നുറങ്ങി. അപ്പോൾ നമ്മളോടും കിടക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനില്ല കിടക്കാൻ, ഉറക്കമില്ല പറഞ്ഞു. അപ്പോൾ മിനിഹാക്ക് അവിടെ ബോറടിയൊന്നുമില്ല, അവളവിടെ ഫോണിൽ കളിക്കാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു TV കാണാമെന്ന്. നോമ്പിൻ്റെ സമയത്ത് TV ഒന്നും കാണാൻ പറ്റിയിട്ടില്ലല്ലോ. ആകെ കാണുന്നത് ഫുട്ബോൾ കളിയായിരുന്നു നോമ്പിൻ്റെ സമയത്ത്. അപ്പം ഇപ്പോൾ പോയി TV കാണാമെന്ന് വിചാരിച്ചു. നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ ഞാൻ TV കാണാൻ പോണേന് ഒരാളിവിടെ കിടപ്പുണ്ട്, നമുക്ക് TV വെക്കാം ഗൈസ്. മിനി ഇവിടെ വന്നിട്ടോ. ഞാൻ TV വെക്കാൻ പോയപ്പോൾ ആ ഫോണിന് എടുത്ത് വെച്ചേക്ക് പ്ലീസ്. ഇത്തിരി കിട്ടണം, അത്രയും നേരം അവൾ അവിടെ ഇരുന്ന് കളിക്കണേന് ഗൈസ്. അവളെ പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് ഗൈസ്. ഈ ഒരു ഹുഡിയും അതേമാതിരി ഒരു പാൻറ്റുമാണ്. അവളെ നേരത്തെ നമ്മൾ പുറത്ത് പോയപ്പെട്ട ആ ഡ്രസ്സ് കണ്ടില്ലേ, അത് എൻ്റെ ഡ്രസ്സിൻ്റെ അതേ ഡ്രസ്സാണ്, പക്ഷേ കളർ ചേഞ്ച് ആണെന്നുള്ളൂ. അപ്പം നമ്മൾ TV വെക്കാൻ പോകണം. അവിടെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ട് TV വെക്കാൻ പോകുന്നു. ഞാൻ TV കാണാൻ ലുലുമാളിൽ പോകും. ലുലുമാളിൽ ചിലപ്പം പോകും കേട്ടോ, ഉറപ്പൊന്നുമില്ല. ഞാൻ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കണേണ്. ഇത് വെക്കണം എന്ന് അറിഞ്ഞൂടാ. സിനിമ ഇപ്പം ഉണ്ടാവില്ല ഗൈസ്. നമുക്ക് ഫുട്ബോൾ വെക്കാം ഗൈസ്. നമ്മളൊരു സ്റ്റാർ സ്പോർട്സ് വെച്ചിട്ടുണ്ട് ഗൈസ്, ഫുട്ബോൾ കാണാൻ വേണ്ടി. നമുക്ക് വെച്ചിട്ട് കാണാം ഗൈസ്. എൻ്റെ അമ്മ ഒന്ന് പോയി, ഈവനിങ്ങിന് പുറത്ത് പോയി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കസിൻസ് എല്ലാവരും വന്നു ഗൈസ്. അപ്പോൾ ഈവനിങ്ങിന് പുറത്ത് പോയി ക്യാൻസൽ. അപ്പോൾ വിചാരിച്ചു രാത്രി ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു ആ ഡ്രസ്സ് ഇടേണ്ട, വെറുതെ ഇങ്ങനെ പുറത്ത് പോകും. രാത്രി ആയില്ലേ ഗൈസ്. ഇനി ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇനി ആ ഡ്രസ്സ് ചീത്താവും, ഇനി ഇപ്പോൾ ഇടേണ്ട ഈവനിങ് ആണെങ്കിൽ ഇടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിട്ടിട്ട് ഹെയർ ഒന്ന് പോണിട്ടയിൽ കെട്ടിയിട്ട് നമ്മൾ പോകും ഗൈസ്. ബൈ ബൈ. എന്താന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ കാണിക്കാൻ പറ്റില്ല. ഞാൻ വേറൊരു ദിവസം വല്ല പുറത്ത് പോകുമ്പോൾ ഞാൻ അത് ഇടുമായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പോയി പോണിട്ടയിൽ കെട്ടിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ പോണിട്ടയിൽ കെട്ടിയിട്ടുണ്ട്. ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല, ഐലൈനർ എഴുതിയിട്ടില്ല. ഐലൈനറും കൂടി എഴുതിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി ലുക്കിനാണ്. അല്ലെങ്കിൽ പുറത്ത് വന്ന പൗഡറൊന്നും ഇടില്ല ഗൈസ്, പൗഡർ ഇഷ്ടമില്ല ഇടാൻ. അപ്പോൾ ഞാൻ ഈ ഷർട്ടും അതേമാതിരി ആ പാൻറ്റുമാണ് ഇടുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ ഭയങ്കര ചെയ്യുന്നതിന് ഇനിയും കുറേ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നെടുക്കും. അപ്പോൾ ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്ക് വന്നപ്പോഴത്തേക്കാണ്. ബൈ ബൈ.